നമസ്കാരം. ഇന്നത്തെ ആദ്യ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു സ്ഥിരം പ്രേക്ഷകന്റെ കത്താണ്. ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു. ആഗോള ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ സയൻസാണ്. ആ ആഗോള സയൻസിന്റെ ഓരത്ത് എത്താൻ പറ്റിയത് 30 വർഷത്തെ നിരന്തര പഠനവും അന്വേഷണവും. അതിന്റെ ഒടുവിലാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഒരല്പം ആധികാരികതയോടെ സംസാരിക്കാൻ കഴിയുന്നതിന് എൻ്റെ ജീവിതത്തിന്റെ ഒരു നല്ല പങ്ക് ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിയാൽ അതെടുത്തു വെച്ചിട്ട് ഉജ്ജയിനാണ് കിജ്ജയിനാണ് എന്നൊക്കെ പറഞ്ഞാൽ വിഷയത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ മാറ്റിക്കാൻ പറ്റില്ല. ഇവിടെ സ്ഥിരം പ്രേക്ഷകനാണ് വിശ്വനാഥൻ സുബ്രഹ്മണ്യൻ. അദ്ദേഹം പറഞ്ഞ കാര്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അത് നമ്മുടെ തുറമുഖത്തിന് വലിയ ആയുധമായി തീരും എന്നുള്ളത് കൊണ്ടാണ് ആ കത്ത് ആദ്യം തന്നെ എടുക്കുന്നത്. ഒരു സംശയം, ഇന്നലത്തെ ശൈലിംഗമന്ത്രി കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അത് പലർക്കും മറുപടിയായിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും കണ്ടു. ഒരു സംശയം ചോദിക്കുമ്പോൾ ഗുളികനാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാറില്ല. തുറമുഖത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ചെറുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാറില്ല. ഞങ്ങൾ ചെറുക്കും, ചെറുത്ത് തോൽപ്പിക്കും. അങ്ങനെ ചെറുത്തതിന്റെ ഫലമാണ് 30 വർഷത്തിനൊടുവിൽ ഈ തുറമുഖം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ലണ്ടനിൽ നിന്ന് കപ്പൽ റോട്ടർഡാമിലേക്ക് പോയത് അവിടെ ട്രാൻസ്ഷിപ്മെന്റ് ഉള്ളത് കൊണ്ടായിരിക്കാം. അവിടെ നിന്ന് JNPT പോർട്ടിൽ കണ്ടെയ്നർ അൺലോഡ് ചെയ്ത് അത് ഉജ്ജയിനിലേക്ക് പോയത് സ്വാഭാവികമല്ലേ? എന്റെ വിശ്വനാഥൻ സുബ്രഹ്മണ്യൻ സാർ ഇന്നലത്തെ എപ്പിസോഡ് ഒന്നുകൂടി കാണണം. രണ്ട് കഥയാണ് പറഞ്ഞത്. ഒന്ന്, ലണ്ടനിൽ നിന്ന് ഒരു കണ്ടെയ്നർ യാത്ര തിരിച്ച കഥ, അതിവിടെ ഇതുവരെ എത്തിയിട്ടില്ല. രണ്ടാമത്, സീഷെൽസിലെ പോർട്ട് വിക്ടോറിയയിൽ നിന്ന് തിരിച്ച ഒരു കപ്പൽ ഗൾഫ് പോർട്ട് വഴി മുംബൈയിലെത്തി മുംബൈയിൽ നിന്ന് ഉജ്ജയിനിലോട്ട് പോയ കഥയാണ് പറഞ്ഞത്. രണ്ടാണ്. അപ്പൊ റോട്ടർഡാമും ഉജ്ജയിനുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട, വേണമെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കുക. അവിടെ നിന്ന് JNPT പോർട്ടിൽ കണ്ടെയ്നർ അൺലോഡ് ചെയ്ത് അത് ഉജ്ജയിനിലേക്ക് പോയത് സ്വാഭാവികമല്ലേ? അപ്പൊ അത് തെറ്റാണല്ലോ. അത് വെഴിഞ്ഞത്തെത്തിയാലും ഉജ്ജയിനിലേക്കല്ലേ പോകൂ. അപ്പൊ ഒരു കാർഗോ ഏത് കാശ്മീർ വരെയും പോകാം. ഉജ്ജയിനിലല്ല, കാശ്മീർ വരെയും ഇവിടെ നിന്ന് വരുന്ന കണ്ടെയ്നർ പോകാം. വിഴിഞ്ഞത്ത് നിന്ന് ഉജ്ജയിനിലേക്ക് ദൂരം കൂടുതലല്ലേ? ആണ്, ദൂരം കൂടുതലാണ്. കാശ്മീരിലേക്ക് അതിനേക്കാൾ ദൂരം കൂടുതലാണ്. കാരണം റോഡ് മാർഗമല്ലേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ല, റോഡ് മാർഗമല്ലാതെ ഞാൻ ഡെയിലി 18 20 പോർട്ടുകൾ വേണമെങ്കിൽ അക്കമിട്ട് നിരത്താം. മുണ്ട്ര തുടങ്ങി കൊൽക്കത്ത അവസാനിക്കുന്ന 18ഓളം പോർട്ടുകൾ ദിവസേന കാണുന്നുണ്ട്. ഇങ്ങോട്ടെല്ലാം TRVയിൽ നിന്ന് നേരിട്ട് കണക്ഷനുണ്ട്. ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളിലോട്ടും ഇപ്പോൾ നേരിട്ട് കണക്ഷനുണ്ട്. അപ്പോ കപ്പലും ട്രെയിനും ട്രക്കും വേണമെന്ന് നിർബന്ധമില്ല. കപ്പൽ വഴിയും കൊണ്ടുപോകാം. കപ്പൽ വഴി ഏറ്റവും അടുത്ത സ്ഥലത്ത് പോർട്ടിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയാൽ ഈ ദൂരം കുറയ്ക്കാം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന റോഡിലൂടെയും ട്രെയിനിലൂടെയും പോകുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞ് എത്തും. പക്ഷെ ഒരല്പം ദിവസം കൂടും. എത്ര ദിവസം കൂടിയാലും 60 ദിവസവും ആകൂല, 45 ദിവസവും ആകില്ല. കാരണം ഇവിടെ ഇന്ന് വരുന്ന ഏറ്റവും പരമാവധി ദൂരത്തുനിന്ന് വരുന്ന കപ്പലുകൾ പോലും ഇന്നത്തെ സമയം 30 ദിവസമാണ്. അപ്പൊ 30 ദിവസം, പരമാവധി 35 ദിവസം കൊണ്ട് ഒരു കാർഗോ എത്തേണ്ടിടത്താണ് ഇന്ന് ഇന്ത്യയിലെ ഇമ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സ് 60, 70, 80 ദിവസം വരെ എടുത്തുകൊണ്ട് അവരുടെ കാർഗോ അൺകോമ്പറ്റീറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ അൺകോമ്പറ്റീറ്റീവ് ആകുന്നതിന്റെ ഒരു ഉദാഹരണം കൂടി ഇന്ന് പറയാം. കാരണം റോഡ് മാർഗമല്ലേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇതിലൊന്നും എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഇതിന് എക്സ്പേർട്ട് ആവണം. നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കണം, ആവർത്തിച്ച് പഠിക്കണം. ലണ്ടനിൽ നിന്ന് വന്ന കാർഗോ ഒന്ന്, പോർട്ട് വിക്ടോറിയയിൽ നിന്ന് വന്ന കാർഗോ ഒന്ന്. അപ്പൊ രണ്ടിലൂടെയും ഇന്ത്യയിൽ എത്തുന്നത് വൈകിയാണ് എത്തുന്നത്. രണ്ടാമത്, ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നത് മറ്റു പോർട്ടുകളിൽ ആകുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ നിരക്ക് വെച്ച് കുറഞ്ഞത് $300 നമുക്ക് നഷ്ടപ്പെടുകയാണ്. 2014 കണക്കാണ്, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കണക്കാണ് $200. ആ $200 ഏറ്റവും കുറഞ്ഞത് $300 ആവാം.
ഒരു കണ്ടെയ്നറിന് 25,000 രൂപ. ഏറ്റവും കുറഞ്ഞത് നമുക്ക് നഷ്ടപ്പെടുന്നത് 25,000 രൂപയാണ്. ആ കണക്ക് കൂടി ശ്രീ വിശ്വനാഥൻ സുബ്രഹ്മണ്യന്റെ മനസ്സിൽ കയറണം. നമ്മൾ 25,000 രൂപ എന്തിന് റോട്ടർഡാമിന് കൊടുക്കണം? $25,000 എന്തിന് കൊളംബോയ്ക്ക് കൊടുക്കണം? $25,000 എന്തിന് ഗൾഫിലെ പോർട്ടുകൾക്ക് കൊടുക്കണം? TRV ഇല്ലാത്ത കാലത്ത് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ഇനി അത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്താൽ നമ്മുടെ രാജ്യം കുത്തുവാള എടുക്കുന്ന ഒരു കഥ ഇനി പറയാം. സ്റ്റേറ്റ് കമന്ററിയുടെ ഒരു പ്രേക്ഷകൻ, പേര് പറയുന്നില്ല, അതിന് പ്രത്യേക കാരണമുണ്ട്. എന്തായാലും അദ്ദേഹം ട്രാക്ക് ചെയ്ത 25 കണ്ടെയ്നർ ബാംഗ്ലൂരിനടുത്ത്, തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു, ഹൊസൂർ അല്ലേ, തമിഴ്നാട്, ബാംഗ്ലൂരിനടുത്തുള്ള തമിഴ്നാട് ബോർഡർ ഹൊസൂർ, അവിടെ നിന്ന് 25 കണ്ടെയ്നർ ചെന്നൈ എണ്ണൂരിലോട്ട് പോകുന്നു, എണ്ണൂർ പോർട്ടിലോട്ട് പോകുന്നു. ഈ കണ്ടെയ്നറിനകത്തുള്ള കാര്യവും കൂടി പറയാം. മോട്ടറൈസ്ഡ് ട്രൈ സൈക്കിളാണ്. ഇത് പോകേണ്ടത് നൈജീരിയയിലെ അപ്പാപ്പ പോർട്ടിലോട്ടാണ്. ലാഗോസിനടുത്തുള്ള അപ്പാപ്പ പോർട്ടിലോട്ടാണ് പോകേണ്ടത്. ഇതിന് പോകുന്ന മാർഗവും രീതികളും ഒക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഈ മോട്ടറൈസ്ഡ് ട്രൈസൈക്കിൾ ഒരു പക്ഷേ ഓട്ടോറിക്ഷ ആയിരിക്കാം, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഓട്ടോറിക്ഷ ആയിരിക്കാം. ഈ പറയുന്ന കാർഗോ ഒരെണ്ണത്തിന്റെ വെയിറ്റ് 12.468 ടണ്ണാണ്. ഒരു കണ്ടെയ്നറിന്റെ 3.8 കണ്ടെയ്നറിന്റെ വെയിറ്റും 8.668 ടൺ ഈ പറയുന്ന ഓട്ടോറിക്ഷ ഓർ ട്രൈസൈക്കിൾ എന്താന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാർഗോ ഈ നൈജീരിയയിലെ അപ്പാപ്പ പോർട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ മാത്രമല്ല ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഞാൻ ആദ്യത്തെ പരിശോധനയിൽ തന്നെ ബംഗ്ലാദേശ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നേപ്പാൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ചൈന കോടിക്കണക്കിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബംഗ്ലാദേശിനെ നേപ്പാളിനെ വിടുക. നമ്മുടെ ഈ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ട്രൈസൈക്കിൾ നൈജീരിയയിൽ ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുമായിട്ട് മത്സരിക്കണം. വെറുതെ നമ്മുടെ കുത്തകയൊന്നും അല്ലല്ലോ, മൊണോപ്പൊളി മാർക്കറ്റ് അല്ല. അപ്പാപ്പ പോർട്ടും നൈജീരിയയും ഇന്ത്യയുടെ കുത്തക മാർക്കറ്റ് അല്ല. ആഗോള ട്രൈസൈക്കിൾ മാർക്കറ്റിൽ നമ്മൾ മത്സരിച്ചാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് പിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് പോയ കണ്ടെയ്നർ അല്ലെങ്കിൽ ഈ ട്രൈസൈക്കിൾ ആദ്യം പോയത് ഹൊസൂറിൽ നിന്ന് എണ്ണൂർ, ഏകദേശം 134 നോട്ടിക്കൽ മൈൽ. എണ്ണൂറിൽ നിന്ന് കൊളംബോ, ആദ്യത്തെ കാഴ്ചവെപ്പ് കേന്ദ്രം കൊളംബോ, 614 നോട്ടിക്കൽ മൈൽ. രണ്ടും കൂടി ചേരുന്നത് 748 നോട്ടിക്കൽ മൈൽ. കിലോമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ 1400ഓളം കിലോമീറ്റർ. ആരെങ്കിലും സൗജന്യമായിട്ട് 1400 കിലോമീറ്റർ ദൂരം നിങ്ങളുടെ കാർഗോ 25 കണ്ടെയ്നർ, ഒരു കണ്ടെയ്നറിൽ ഏകദേശം 12.468 ടൺ ആരെങ്കിലും സൗജന്യമായിട്ട് കൊണ്ടുപോകുമോ? കൊണ്ടുപോകില്ലല്ലോ. അപ്പൊ ഇതിനെല്ലാം കോസ്റ്റ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു ഗെസ്റ്റിമേറ്റ് ഞാനൊരു 10,000 രൂപ ഇടുന്നു. ഈ 1400 കിലോമീറ്റർ ഒരു ട്രൈസൈക്കിൾ എത്തിക്കുന്നതിന് ഒരു 10,000 രൂപ അഡീഷണൽ ആകുമെങ്കിൽ ഈ 10,000 രൂപ TRV വഴി അയച്ചാൽ ഈ ട്രൈസൈക്കിളിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ 10,000 രൂപ അപാപ്പ പോർട്ടിലെത്തുമ്പോൾ, നൈജീരിയൻ മാർക്കറ്റിലെത്തുമ്പോൾ കുറച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് TRV ഇന്ത്യയിലെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും നൽകുന്ന സേവനം. ഇന്ന് 10,000 രൂപ കൂടുതൽ കൊടുക്കുന്നു, 25,000 രൂപ ട്രാൻസ്ഷിപ്മെന്റ് ഇനത്തിൽ കൊളംബോ പോർട്ടിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ 25,000വും 10,000വും ചേരുന്ന 35,000 കുറച്ചു കൊടുത്തുകൊണ്ട് ഈ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ട്രൈസൈക്കിൾ നൈജീരിയ മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ സഹായിക്കുന്നതാണ് TRV പോർട്ട്. ഇവിടെ ഉജ്ജയിൻ കിജ്ജയിൻ എന്നൊക്കെ പറഞ്ഞ ആളുകളെ കൺഫ്യൂഷൻ ആക്കരുത് ദയവേത് മിസ്റ്റർ വിശ്വനാഥൻ സുബ്രഹ്മണ്യം. ഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു ഓട്ടോറിക്ഷയിൽ 35,000 രൂപ ഇന്ന് വിൽക്കുന്ന വിലയിൽ നിന്ന് ആഗോള മാർക്കറ്റിൽ വില കുറച്ചു കൊടുക്കാൻ സഹായിക്കുന്നതാണ് TRV ചെയ്യുന്ന സേവനം. അങ്ങനെ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ കോടിക്കണക്കിന്, ഏകദേശം 2.2 കോടി കണ്ടെയ്നർ എന്നാണ് കഴിഞ്ഞ ദിവസം ബ്ലൂ ഇക്കോണമിയിൽ ഒരു ഷിപ്പിംഗ് വിദഗ്ധൻ പറഞ്ഞത്. ഇന്ത്യ കൈകാര്യം ചെയ്തത് 2.2 കോടി കണ്ടെയ്നർ ഒരു വർഷം. ഏകദേശം 1 കോടി കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ആണ്. ഇൻറ്റു 25,000 രൂപ നഷ്ടപ്പെടുന്നത്. ഇത് ലാഭിച്ചു കൊടുക്കാൻ ഏതൊക്കെ മാർഗത്തിലൂടെ ലാഭിച്ചു കൊടുക്കാം? റോട്ടർഡാമിൽ ഇറക്കുന്നത് നേരിട്ടെത്തിക്കാമോ? സിംഗപ്പൂരിൽ ഇറക്കുന്നത് നേരിട്ടെത്തിക്കാമോ? കൊളംബോയിൽ ഇറക്കുന്നത് നേരിട്ടെത്തിക്കാമോ?
ഗൾഫ് പോർട്ടുകളിൽ എത്തിക്കുന്നത് നേരിട്ടെത്തിക്കാമോ? ഇത്തരം എല്ലാ ഗവേഷണങ്ങളുമാണ് സെയിലിംഗ് കമന്ററി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഞാൻ ഗുളികനല്ല എന്നൊന്നും പറഞ്ഞ് ആളുകളെ വഴിതെറ്റിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കൃത്യമായും ഇന്ത്യയുടെ വ്യാവസായിക മുന്നേറ്റത്തിന് സഹായിക്കുന്നതാണ് TRV. അത് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ അല്പമെങ്കിലും ക്ഷമയുണ്ടാവുകയുള്ളൂ. എൽസാത്രിയും അഗിതേദയും അറസ്റ്റിലൂടെ ഏറ്റവും കുറഞ്ഞത് 10-12 കപ്പലുകളെങ്കിലും നമുക്ക് ഇതുവരെ കുറഞ്ഞിട്ടുണ്ട്. അത് സെപ്റ്റംബർ മാസത്തെ മൊത്തത്തിലുള്ള കണ്ടെയ്നർ ഹാൻഡ്ലിങ്ങിനും അത് ബാധിക്കും. ഇവിടെ വീണ്ടും പറയാൻ കാരണം, തൂത്തുക്കുടിയിൽ ഒരു അപകടം നടന്നു. 3 പേരാണ് കൊല്ലപ്പെട്ടത്. മരണപ്പെട്ടത് 3 ചെറുപ്പക്കാർ. അവിടെ ഒരു കപ്പലിനെയും അറസ്റ്റ് ചെയ്തില്ല. അവിടെ നിന്ന് സ്പോട്ട് റിപ്പോർട്ടിംഗ് ഉണ്ട്, അതുകൂടെ കേൾക്കുക. സാർ, അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ആരെയും ഈ അപകടത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. കപ്പലിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ബാർജാണിത്. ബാർജിനെതിരെയും അങ്ങനെ കേസൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. മനസ്സിലായല്ലോ. കപ്പലും കടലും ഒക്കെ അപകട സാധ്യത മേഖലകളാണ്. വിമാനമായാലും റെയിൽവേ ആയാലും കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആയാലും എല്ലായിടത്തും അപകടം എപ്പോഴും നമ്മുടെ കൺമുന്നിലുണ്ട്. അതിനെ തൊട്ടതിനും പിടിച്ചിനും അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആരോഗ്യമന്ത്രിയെ ആദ്യം അറസ്റ്റ് ചെയ്യണം. ഇതൊന്നും ചെയ്യാത്തവർ അഗിതേദയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് TRVയുടെ വളർച്ചയെ നുള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ 3 പേരെ കൊലയ്ക്ക് കൊടുത്ത ബാർജിനെ ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എൽസാത്രി ആരെയും കൊന്നിട്ടില്ലല്ലോ. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എൽസാത്രിയുടെ പേരിൽ അഗിതേദയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. കാരണം പൊതുജനം ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2026 മെയ് മാസത്തിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകും. ന്യൂസ് ലെറ്റർ 36ാമത്തെ ഇഷ്യൂ ഇറങ്ങിയിട്ടുണ്ട്. TRV ഇതിനിടയ്ക്ക് നടത്തിയ ഒരു വമ്പൻ മുന്നേറ്റം, അതിന്റെ വിശദാംശങ്ങൾ ന്യൂസ് ലെറ്ററിലുണ്ട്. അതോടൊപ്പം ഒരു ബിസിനസ് സാധ്യതയും, നമ്മൾ ഇന്നലെ വരെ സ്വപ്നം കാണാതിരുന്ന ഒരു ബിസിനസ് സാധ്യതയും കൂടി ന്യൂസ് ലെറ്റർ വിവരിക്കുന്നു. എല്ലാം കൂടി സെയിലിംഗ് കമന്ററിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.